അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉളഹിയ്യത്ത് സംശയങ്ങളും മറുപടിയും. ഉളഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ വലിയ പെരുന്നാൾ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചു കൊണ്ടുള്ള വലിയേക്കാൾ അവന് ഇഷ്ടപ്പെട്ട ഒരു കർമ്മമില്ല. കൊമ്പ് കുളമ്പ് തുടങ്ങിയവയൊന്നും നഷ്ടപ്പെടാതെ അറുക്കപ്പെടുന്ന മൃഗം പൂർണ്ണ രൂപത്തിൽ അന്ത്യനാളിൽ ഹാജരാക്കപ്പെടും. ഭൂമിയിൽ അതിൻ്റെ ചോര വീഴുന്നതിൻ്റെ മുമ്പ് അള്ളാഹു ആ കർമ്മത്തെ സ്വീകരിക്കുന്നതാണ് എന്നാണ് ഉളഹിയ്യത്തിൻ്റെ പവിത്രത. അത് സംബന്ധിച്ച് ധാരാളം സംശയങ്ങളും മറുപടിയും ഉണ്ടാവും. ആർക്കാണ് ഉളഹിയ്യത്ത് അറുക്കൽ സുന്നത്ത് എന്നതാണ്. വലിയപെരുന്നാൾ ദിനത്തെ തൻ്റെയും ആശ്രിതരെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയ്ക്ക് ആവശ്യമായ ധനം കഴിച്ചു മിച്ചമുള്ള ബുദ്ധിയുള്ള സ്വതന്ത്രരായ എല്ലാ മുസ്ലിമിനും ഉളഹിയ്യത്ത് കർമ്മം നിർവഹിക്കൽ ശക്തമായ സുന്നത്താണ്. പിന്നെ ഉളഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവർ പാലിക്കേണ്ട മര്യാദകൾ ധാരാളമുണ്ട്. അത് മക്കയിൽ സമ്മേളിക്കുന്ന ഹാജിമാരെ അനുകരിച്ച് കൊണ്ട് ദുൽഹിജ്ജ 1 മുതൽ 13 വരെ ദിവസങ്ങളിൽ മുടി, നഖം തുടങ്ങിയ നീക്കം ചെയ്യാതിരിക്കൽ ശ്രദ്ധിക്കേണ്ടതാണ്. നീക്കം ചെയ്യൽ കറാഹത്താണ്. ഉയർത്ത് അറുക്കുന്നതോടെ കറാഹത്തിൻ്റെ സമയം അവസാനിക്കും. ദുൽഹിജ്ജ മാസപ്പിറവി സമയത്ത് ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങളെയും ഈ പുണ്യകർമ്മത്തിൽ ഭാഗമാക്കണം. അതുമൂലം ലഭിക്കുന്ന പാപമോചനവും പവിത്രതയും ശരീരത്തിലെ ഒരംശത്തിനും നഷ്ടപ്പെടാതിരിക്കുക എന്നീ ഉദ്ദേശങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. ഉളഹിയ്യത്ത് അറുക്കുമ്പോൾ നിയ്യത്ത് ചെയ്യേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയെന്നാണെന്ന് സംശയം. എല്ലാ ആരാധനകളും അംഗീകരിക്കപ്പെടാൻ നിയ്യത്ത് ആവശ്യമാണ്. ഉളഹിയ്യത്തും അപ്രകാരം തന്നെ. നിയ്യത്തിൻ്റെ കേന്ദ്രം ഹൃദയമാണെങ്കിലും നാവ് കൊണ്ട് ഉച്ചരിക്കൽ സുന്നത്താണ്. സുന്നത്തായ ഉളഹിയ്യത്ത് ഞാൻ അറുക്കുന്നു, സുന്നത്തായ മൃഗബലി ഞാൻ നിർവഹിക്കുന്നു എന്നിങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. മൃഗത്തെ നിർണയിക്കുന്ന സമയത്തോ അറുക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യണം. ഉളഹിയ്യത്ത് അറുക്കൽ മനസ്സിന് ഉളഹിയ്യത്ത് അറുക്കാൻ മനസ്സിൽ കരുതിയത് കൊണ്ട് അത് നേർച്ചയാകുമോ എന്നാ? മനസ്സിൽ കരുതൽ കൊണ്ട് നേർച്ചയാവില്ല. അത് നാവ് കൊണ്ട് പറയുക തന്നെ വേണം. 2 രൂപത്തിൽ നേർച്ച ചെയ്യാം. ഒന്ന് മൃഗത്തെ നിർണയിച്ച് നേർച്ചയാക്കുക, മൃഗത്തെ നിർണയിക്കാതെ അറുക്കാൻ നേർച്ചയാക്കുക. ഉളഹിയ്യത്ത് അറുക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളൊക്കെ അനവധി ഉണ്ട്. അറിവിൻ്റെ രൂപവും നിബന്ധനവും അറിയുമെങ്കിൽ ബലികർമ്മം നടത്താൻ ഉദ്ദേശിക്കുന്നവർ തന്നെ അറുക്കലാണ് സുന്നത്ത്. അറിയുന്നില്ലെങ്കിൽ മറ്റൊരു പ്രതിനിധിയെ ഏൽപ്പിക്കാം. അതാണ് മൃഗത്തെ കിബിലയിലേക്ക് തിരിച്ച് കിടത്തുക. അറുക്കുന്നവൻ കിബിലയ്ക്ക് മുന്നിടുക. ബലിമൃഗം ഒന്നിലധികം ഉണ്ടെങ്കിലും ദുൽഹിജ്ജ് 10-ാം ദിവസം തന്നെ അറുക്കുക. അറുക്കുമ്പോൾ ബിസ്മി ചൊല്ലുക. ബിസ്മിയുടെ മുമ്പും ശേഷവും 3 പ്രാവശ്യം തക്ബീർ മൊഴിയുക. നബി സ്വല്ലല്ലാഹു മേൽ സ്വലാത്തും സലാമും ചൊല്ലുക. ആ കർമ്മം സ്വീകരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. കത്തി നല്ലപോലെ മൂർച്ചക്ക് കൂട്ടുക. പെട്ടെന്ന് അറിവ് പൂർത്തീകരിക്കുക. ഒന്നിലധികം മൃഗങ്ങൾ ഉണ്ടെങ്കിൽ മൃഗത്തെ പരസ്പരം കാണാത്ത വിധം മറവ് സ്ഥലം സജ്ജമാക്കുക. ആടിനെയും ഇടത് ഭാഗത്തേക്ക് ചെരിച്ച് കിടത്തുക. വലത്തെ കാൽ ഒഴികെയുള്ള കാലുകൾ തമ്മിൽ കെട്ടുക. ഒട്ടകത്തെ മുട്ടുകെട്ടി നിർത്തുക മുതലായ കാര്യങ്ങൾ ഉളഹിയ്യത്ത് അറുക്കുമ്പോൾ പാലിക്കേണ്ട സുന്നത്തായ കർമ്മങ്ങളാണ്. മറ്റു സംശയങ്ങൾ. ഉളഹിയ്യത്ത് അറുത്ത മൃഗങ്ങൾ തോൽ വിറ്റു സംഖ്യദാനം ചെയ്താൽ സാധുവാകുമോ? ഇല്ലെങ്കിൽ ആ തോൽ എന്ത് ചെയ്യണം? ഉളഹിയ്യത്ത് അറുത്ത മൃഗത്തിൻ്റെ തോൽ വിൽക്കൽ സാധുവാവില്ല. തോൽ അതേപടി ദാനം ചെയ്യലാണ് വേണ്ടത്. ദാനം കിട്ടിയവർക്ക് അത് വിൽക്കാവുന്നതാണ് എന്നതാണ്. മറ്റൊരു ചോദ്യം. പ്രസവം കഴിഞ്ഞ ആടുമാടുകൾ ഉളഹിയ്യത്തിനും അക്കീക്കത്തിനും പറ്റുമോ? അത് പറ്റുന്നതാണ്. പെരുന്നാൾ നിസ്കാരവും ഖുത്ബയും കഴിയുന്നതിന് മുമ്പ് ഉളഹിയ്യത്ത് അറുക്കാമോ എന്നാ? അറുക്കാവുന്നതാണ്. സൂര്യൻ ഉദിച്ചതിനു ശേഷം ലഘുവായ നിലയിൽ 2 റക്അത്ത് നിസ്കരിക്കാനും മറ്റു ഖുത്ബ നിർവഹിക്കാനും ആവശ്യമായ സമയം കഴിഞ്ഞാൽ ഉളഹിയ്യത്തിൻ്റെ സമയമായി. രാത്രി ഉളഹിയ്യത്ത് അറുക്കൽ കറാഹത്താണെന്ന് കണ്ടു. അത് ബാധകമാണോ? മറ്റു അറിവുകൾക്കും അത് ബാധകമാണോ? ഏത് തരം അറിവുകളും രാത്രി കറാഹത്താണ് എന്നാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. മറ്റൊന്ന്, ഏത് തരം അറിവിനെ ഉളഹിയ്യത്ത് അറുക്കാൻ നേർച്ചയാക്കി അതിനെ പറ്റി മൃഗത്തെ കിട്ടാതെ വന്നാൽ എന്ത് ചെയ്യണം? ഉളഹിയ്യത്ത് അറുക്കുവാൻ നേർച്ചയാക്കിയ ആൾ ബലിപെരുന്നാൾ ആയതിനു മുമ്പ് മരിച്ചു പോയാൽ എന്ത് ചെയ്യണമെന്ന് ചോദ്യമുണ്ട്. പറ്റിയ മൃഗത്തെ കിട്ടിയില്ലെങ്കിൽ ആ കൊല്ലം അറുക്കേണ്ടതില്ല. അടുത്ത കൊല്ലം പറ്റിയ മൃഗത്തെ കിട്ടിയാൽ അറുക്കണം. ഉളഹിയ്യത്ത് അറുക്കാൻ നേർച്ചയാക്കിയാൽ ബലിപെരുന്നാളിന് മുമ്പ് മരിച്ചാൽ ഒന്നും വേണ്ടതില്ല. നേർച്ച വീട്ടേണ്ട സമയം എത്തുന്നതിന് മുമ്പ് മരിച്ചു പോയത് കൊണ്ട് അത് കൊടുത്ത് വിട്ടാൽ അയാൾക്ക് ബാധ്യത ഒന്നുമില്ല എന്നാ. ഗർഭമുള്ള പശു, ആട് മുതലായവ ഉളഹിയ്യത്ത് അറുക്കാൻ പറ്റുമോ? ഇല്ല. ഇമാം ശിഹാബ് റളിയല്ലാഹു അൻഹു ഇത് അനുവദനീയമല്ലെന്ന് ഫത്വ നൽകിയിട്ടുണ്ട്. ഇപ്രകാരം തോഫയിലുമുണ്ട്, നിഹായയിലുമുണ്ട്.
പിന്നെ ഇനിയും ധാരാളം സംശയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തആല പഠിക്കാനും ആ കർമ്മം നിർവഹിക്കാനും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.